പേഴ്സണലി എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഒരു പയ്യൻ എന്നെ കാണാൻ വന്നു ഒരു 2010 സമയത്ത്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കൊരു സ്പേസ് കമ്പനി തുടങ്ങണം, മൈക്രോ സാറ്റലൈറ്റ്സ് വിടുന്ന ഒരു കമ്പനി, അത് നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങണം. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് പഠിച്ചത്? നെയ്യാറ്റിൻകര ഏതോ ഒരു കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വാട്ടണിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടോ അതത്ര വിശ്വാസിയായിരുന്നു. വാട്ടനസ് ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് സ്കൂളുകളിലൊന്നാണ്, ഏറ്റവും നമ്പർ 1 ബിസിനസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ പുള്ളി അങ്ങ് ഡിസ്കൗണ്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കമ്പനിയെക്കുറിച്ചുള്ള വാർത്ത ഈ ഇടയ്ക്ക് പത്രത്തിൽ വന്നിരുന്നു. അതായത് ഇന്ത്യയുടെ ഈ ആക്രമണങ്ങളെപ്പറ്റി സാറ്റലൈറ്റ് വഴി പിക്ചേഴ്സ് എടുത്ത് കറക്റ്റായിട്ട് ന്യൂയോർക്ക് ടൈംസിനും മറ്റോ കൊടുത്തത് ഈ കമ്പനിയാണ്. കാവ സ്പേസ് എന്ന് പറയുന്ന ക്രിസ് നായർ എന്ന് പറയുന്ന പയ്യനാണ് അന്ന് എന്നെ കാണാൻ വന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ കോറിയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഡു നോട്ട് ഡിസ്കൗണ്ട് ഐഡിയാസ്. നോ ഐഡിയ ഈസ് എ ബാഡ് ഐഡിയ. അത് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ സംഭവിക്കാം. കാരണം സാങ്കേതികവിദ്യ മറിയുന്നത് അത്ര ഫാസ്റ്റായിട്ടാണ്. അപ്പം ഞാനിപ്പോൾ നേരത്തെ കോഴി അവിടെ വിട്ടുമുട്ട അവിടെ വിരിയിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു, നടന്നുകൂടാഴിയൊന്നുമില്ല. ഇപ്പോൾ അത് പറയുമ്പോൾ നമുക്കതൊരു വട്ടൻ അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ ഐഡിയ ആയിട്ട് തോന്നിയേക്കാം. വി ക്യാൻ ഓൺലി ഡൂ ഇറ്റ് വിത്തിൻ ദി സ്പാൻ ഓഫ് ദ റെം ഓഫ് ആർ നോളജ്. നമ്മളും നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൻ്റെയും നോളജ് അല്ലെങ്കിൽ അവരുടെ വിവേചനം, അവരുടെ വിവേകബുദ്ധി, ഇതിനെ ഉപയോഗിച്ച് മാത്രമേ നമുക്കൊരു ഐഡിയയെ ഇത് ചെയ്യാൻ പറ്റൂ, ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റൂ.